ഹായുടെ മക്കളെ, നിങ്ങളുടെ ലച്ചുമസാണ്. വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ ക്ലാസ്സിലെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലേ, ഇറ്റ് ഇസ് ആൻ എക്സാം ഓറിയന്റഡ് ക്ലാസ്. ഈ വരാൻ പോകുന്ന ഓണ പരീക്ഷയ്ക്ക് കെമിസ്ട്രിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് കൺസെപ്റ്റും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് 2 ചാപ്റ്റേഴ്സ് മുഴുവൻ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2 ചാപ്റ്ററുകളായിട്ട് ഉണ്ടായിരുന്ന കൺസെപ്റ്റുകളാണ് ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ബൾക്കായിട്ട് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സാം ആവും തോറും നമ്മുടെ ഉള്ളിൽ ടെൻഷൻ കൂടും. നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് മറന്നു പോകും. സോ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. എന്താണോ പഠിക്കേണ്ടത് അത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം പാറ്റേൺ വരുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും കേട്ടോ. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഇതിൽ നിന്ന് പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ചില ആൾക്ക് ടെൻഷൻ ആവും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏതെല്ലാം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കട്ട ചങ്സിന്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഫോർവേഡ് ചെയ്യുക. കാരണം എല്ലാവരും ഈ ഓണ പരീക്ഷ പഠിച്ച് പാസ്സാവട്ടെടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ്ങിന് പകരം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് തന്നിരിക്കുന്നത്. ഈ സെയിം സാധനം എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കും കേട്ടോ. എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ കുറച്ച് റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് തന്നിട്ടുണ്ട്. ഈ കെമിക്കൽ ചേഞ്ചിനെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്, ഏത് തരത്തിലുള്ള രാസപ്രവർത്തനമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ പഠിക്കാനുണ്ട്. 3 ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. തെർമോ കെമിക്കൽ റിയാക്ഷൻ താപരാസപ്രവർത്തനം, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ പ്രകാശ രാസപ്രവർത്തനം, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വൈദ്യുത രാസപ്രവർത്തനം. ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് നാളെ വൈകുന്നേരം 6:30 നമ്മുടെ ലൈവിൽ ടീച്ചർ ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നാളത്തെ ലൈവിൽ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഏത് തരത്തിലുള്ള രാസപ്രവർത്തനമാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആലോചിക്കുക, HCl-നകത്ത് നമ്മൾ അല്ലെങ്കിൽ ഏതൊരു ആസിഡിൻ്റെ അകത്ത് ഏതൊരു മെറ്റൽ ഇടുകയാണെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് 100% പറയാം ആ ടെസ്റ്റ് ട്യൂബിന്റെ പുറം ഭാഗം നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. എന്താണ് അനുഭവപ്പെടുന്നത്? താപം, ഹീറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇവിടെ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും? ഇറ്റ് ഇസ് എ തെർമോ കെമിക്കൽ എനർജി അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക് പറയാം. ഏതാണ്? താപരാസപ്രവർത്തനമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. ഇതേതാണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്, കെമിക്കൽ റിയാക്ഷൻ ആണ്. മാത്രമല്ല നിങ്ങളടുത്ത് ചോദിക്കുക ഇത് ഏത് ടൈപ്പ് തെർമോ കെമിക്കൽ ആണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ താപം, ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. ഏതാണ്? എക്സോതെർമിക് റിയാക്ഷന്റെ ഉദാഹരണമാണ്, താപമോചക രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് ഗ്ലോ ഓഫ് ഫയർഫ്ലൈ. മിന്നാമിനുങ്ങ് മിന്നി 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 കളിക്കുന്നത് കാണാം. അത് എന്തുകൊണ്ടാണ്? ബയോലൂമിനസൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ടാണ്. അവിടെ വെളിച്ചം, പ്രകാശം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇതെന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്? പ്രകാശ രാസപ്രവർത്തനം എന്നാണ്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, ഗോൾഡ് പ്ലേറ്റിംഗ് ഓൺ കോപ്പർ. ദിസ് ടോപ്പിക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അതിന്റെ ഇമേജ് തന്നിട്ട് 3 മാർക്കിനും 4 മാർക്കിനും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ്? ആ ഗോൾഡിനെ എനിക്ക് കോപ്പറിന്റെ മുകളിൽ പൂശണം, അതായത് ചെമ്പ് വളയുടെ മുകളിൽ എനിക്ക് സ്വർണം പൂശണമെങ്കിൽ അവിടെ ഏത് തരത്തിലെ എനർജിയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ഹീറ്റ് എനർജി ആണോ, അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആണോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആണോ? ഇലക്ട്രിസിറ്റിയുടെ സഹായമാണ് കേട്ടോ. അപ്പൊ നമുക്ക് പറയാം ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന്റെ ഉദാഹരണമാണ്. ഏതാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ,
കെമിക്കൽ റിയാക്ഷന്റെ ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട ഓരോന്നിന്റെയും മലയാളത്തിലെ ടേംസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞു മെഗ്നീഷ്യം HCl-ലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? താപമോചക രാസപ്രവർത്തനമാണ്, എക്സോതെർമിക് ആണ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ താപരാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്, തെർമോ കെമിക്കൽ റിയാക്ഷന്റെ ഉദാഹരണമാണ്. ഇനി മിന്നാമിനിങ്ങിന്റെ കേസിലാണെങ്കിലോ പ്രകാശ രാസപ്രവർത്തനമാണ് അല്ലെ, പ്രകാശ രാസപ്രവർത്തനം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അടുത്തത് ചെമ്പുവളയില് സ്വർണം പൂശുന്നത് എങ്ങനെയാണ്? വൈദ്യുതിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ നമുക്ക് പറയാം വൈദ്യുത രാസപ്രവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെ, അടുത്ത ചോദ്യം, which is the product obtained by photosynthesis? ഫോട്ടോസിന്തസിസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ആരാണ്? പ്രകാശം, സൺലൈറ്റ് ആണ് കേട്ടോ. സൺലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഉൽപ്പന്നം, പ്രൊഡക്റ്റ് ഏതാണെന്നാണ്. അപ്പൊ നമുക്ക് പറയാം ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് അല്ലെ. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6 ആണ് കേട്ടോ. അതേപോലെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് എഴുതാം, ഗ്ലൂക്കോസ് എന്നും ഓക്സിജൻ എന്നും എഴുതാം, നോ പ്രോബ്ലം. ഇനി ഫോർമുല ഓർമ്മയില്ലെങ്കിലോ ഗ്ലൂക്കോസ് എന്ന് എഴുതി വെച്ചാലും മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഫോം ഇസ് ദിസ് പ്രൊഡക്റ്റ് stored in the fruits and tubers of plants? ഈ ഉൽപ്പന്നം പഴങ്ങളിലും അതുപോലെ തന്നെ കിഴങ്ങുകളിലും ഒക്കെ എങ്ങനെയാണ് ശേഖരിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടായ ഗ്ലൂക്കോസ് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ചെടികളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ. ഏതാണ്? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അന്നജം അല്ലെ. അന്നജത്തിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ചെടികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ നിങ്ങൾ. ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് നേച്ചർ, ജസ്റ്റിഫൈ. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലയാണ് ഇലകൾ. അതിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഒരു 2-3 സെന്റൻസിൽ നമ്മൾ എഴുതണം. നമ്മുടെ ഇലകളിൽ എന്തുണ്ട്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഈ ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടിയും സൂര്യപ്രകാശം, സൺലൈറ്റിന്റെ സഹായത്തോടു കൂടിയുമാണ് ചെടികൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം നിർമ്മിക്കുന്നത്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? പറഞ്ഞേ നിങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ. ഇവർ രണ്ടുപേരും സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി, അതേപോലെ നമ്മൾ പറഞ്ഞു ഏതാണ് പിഗ്മെന്റ്? ഹരിതകം അല്ലെ. നമ്മുടെ ക്ലോറോഫില്ലിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് C6H12O6 ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റിയാക്ഷൻ അടക്കം അവിടെ എഴുതേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള രാസപ്രവർത്തനമാണ്? ഇവിടെ ലൈറ്റ് എനർജിയുടെ സഹായത്തോടു കൂടിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അല്ലെ. ഈ സൺലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശ രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണെന്ന് പറയാം. പരീക്ഷയ്ക്ക് ചോദിക്കും ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു ഇമേജ് തന്നിട്ടുണ്ട് അല്ലേ. ദ ഫിഗർ ഷോസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ആൻ അപ്പാരറ്റസ് ഫോർ കോട്ടിംഗ് സിൽവർ ഓൺ അയേൺ ബാങ്കിൾ. എന്താണ്? സിൽവറിനെ നമ്മൾ അയേൺ ബാങ്കിളിന്റെ മുകളിൽ പൂശാൻ വേണ്ടി പോവാണേ. ആദ്യത്തെ ചോദ്യം, എക്സ് എന്താണെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആരാണ്? ഈ തന്നിരിക്കുന്ന റോഡാണ് അല്ലേ. നമുക്ക് ആരെയാണ് അയേൺ ബാങ്കിളുടെ മുകളിൽ പൂശേണ്ടത്? നമുക്ക് അയേൺ ബാങ്കിളുടെ മുകളിൽ പൂശാനുള്ളത് സിൽവർ ആണ്. അപ്പൊ ഞാൻ ഈ ഇലക്ട്രോഡ്, ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വശം കണക്ട് ചെയ്യുന്ന ഈ ഇലക്ട്രോഡിൽ എന്താണ് കളക്ട് ചെയ്യേണ്ടത്? സിൽവർ അല്ലേ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവറിന്റെ സിമ്പിൾ ആണ് AG കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇത് ഏതു തരം രാസപ്രവർത്തനമാണ്? വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് ദിസ്? നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇത് ഏതാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന്റെ ഉദാഹരണമാണ് അല്ലേ. ഏതാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന്റെ ഉദാഹരണമാണ്, വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. ഇനി അടുത്ത ചോദ്യം, വെള്ളിക്ക് പകരം കോപ്പർ പൂശണമെങ്കിൽ ഏത് ലായനിയാണ് ഞാൻ എടുക്കേണ്ടത്? ഈ സിൽവർ പൂശുന്നതിന്റെ പകരം എനിക്ക് ഇവിടെ കോപ്പർ എടുക്കണം. കോപ്പർ ആണ് എനിക്ക് ഈ അയേൺ ബാഗുകളുടെ മുകളിൽ പൂശേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലായനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഇമേജ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഏതാണ്? കോപ്പർ സൾഫേറ്റ് ലായനി അഥവാ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈ പ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ പ്രോസസ്സിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതിന്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കാണുന്ന
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ദാറ്റ് ടോപ്പിക് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാളത്തെ ലൈവ് ക്ലാസ്സിൽ 6:30 നടക്കുന്ന നമ്മുടെ ആപ്പിൽ നടക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നടക്കുന്ന ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും വൺ ഷോട്ട് സീരീസും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ ചോദ്യത്തിൻ്റെ ആൻസറും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാം. ബൈ.